ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയൻ ദശകം 36 പരശുരാമചരിതം. ശ്ലോകം 1. അത്രേ പുത്രദയാ പുരാത്വമനസൂയായാം ഹി ദത്താഭിതോ ജാതശിഷ്യ നിബന്ധതന്ത്രിതമനാ സ്വസ്ഥഞ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായതിദസ്വേനൈവ ചാന്തേവധം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. അത്രേ പുത്രതയാ പുരാ ത്വം അനസൂയയാം ഹി ദത്താഭിതഃ ജാതഃ ശിഷ്യ നിബന്ധ തന്ത്രിത മനാഹ സ്വസ്ഥഃ ചരൻ കാന്തയാ ദൃഷ്ടഃ ഭക്ത തമേന ഹേഹയ മഹീ പാലേന തസ്മൈ വരാൻ അഷ്ട ഐശ്വര്യ മുഖാൻ പ്രദായ ദദിത സ്വേന ഏവ ച അന്തേ വധം. അർത്ഥം. പണ്ട് അത്രി മഹർഷിയുടെ പുത്രനായി അനസൂയയിൽ ദത്തൻ എന്ന പേരിൽ ജനിച്ച അങ്ങ് ശിഷ്യന്മാരുടെ ശല്യം നിമിത്തം മനസ്സ് മടുത്ത് സ്വസ്ഥനായി പത്നിയൊന്നിച്ച് ആധ്യാത്മജ്ഞാനത്തിൽ മുഴുകി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഏറ്റവും ഭക്തനും ഹേഹേരാജാവുമായ കാർത്തിവീരാർജുനെ കാണുകയും അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങളും അന്ത്യകാലത്ത് അങ്ങയുടെ കൈകളാൽ തന്നെ വധവും വരമായി കൊടുക്കുകയും ചെയ്തു. ശ്ലോകം 2. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലേ ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷവരജ പിത്രോരഥാ സമ്മതം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. സത്യം കർത്തും അത അർജുനസ്യ ച വരം തത് ശക്തി മാത്ര ആനതം ബ്രഹ്മദ്വേഷി തഥാ അഖിലം നൃപകുലം ഹന്തും ച ഭൂമേ ഭരം സംജാത ജമദഗ്നിത ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമനാമ തത് ആത്മജേഷു അവരജ പിത്രോ അഥാ സമ്മതം. അർത്ഥം. ദുഃഖഹരനായ ഭഗവാനെ, കാർത്തിവീര്യ അർജുനന് കൊടുത്ത വരം സത്യമാക്കി തീർക്കാനും ബ്രാഹ്മണ വിദ്വേഷികളും അർജുനൻ്റെ ശക്തി മൂലം അടങ്ങി വാണിരുന്നവരും ഭൂമിദേവിക്ക് ഭാരമായി തീർന്നവരുമായ ക്ഷത്രിയകുലത്തെ മുഴുവൻ നിഗ്രഹിക്കാനുമായി അങ്ങ് ഭൃഗുകുലത്തിൽപ്പെട്ട ജമദഗ്നി മഹർഷിയുടെയും പത്നിയായ രേണുകയുടെയും ഏറ്റവും ഇളയ പുത്രനായി രാമൻ എന്ന നാമത്തിൽ ജനിക്കുകയും മാതാപിതാക്കൾക്ക് ആഹ്ലാദം ഉണ്ടാക്കുകയും ചെയ്തു. ശ്ലോകം 3. ലബ്ധാംനായ ഗണചതുർദശവയാ ഗന്ധർവരാജേമനാക് ആസക്താങ്കിലമാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാധിക സോദരൈ സമമിമാം ചിത്വാദ ശാന്താത് പിതുർ തേഷാൻ ജീവനയോഗമാപിതവരം മാതാജതേതാത്പരാൻ. പദം. ലബ്ധ ആംനായ ഗണഃ ചതുർദശവയഃ ഗന്ധർവരാജീ മനാക് ആസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധ ആകുലസ്യ ആജ്ഞയാ താത ആജ്ഞ അധിക സോദരൈ സമം ഇമാം ചിത്വാ അഥ ശാന്താത് പിതുഃ തേഷാം ജീവനയോഗം ആപിത വരം മാതാ ച തേ അതാത് വരാൻ. അർത്ഥം. 14 വയസ്സിൽ എല്ലാ വേദസമൂഹങ്ങളും പഠിച്ച് അങ്ങ് ഗന്ധർവരാജനായ ചിത്രരഥനിൽ മനസ്സുകൊണ്ട് ആസക്തിയായി തീർന്ന മാതാവിനെയും പിതാവിൻ്റെ ആജ്ഞ ലംഘിച്ച സ്വന്തം സഹോദരന്മാരെയും ക്രോധാകുലനായ അദ്ദേഹത്തിൻ്റെ ആജ്ഞ കേട്ട് ശിരച്ഛേദം ചെയ്യുകയും പിന്നീട് ശാന്തനായ പിതാവിൽ നിന്ന് അവർക്ക് പുനർജന്മം നൽകുകയും ചെയ്തു. കൃതജ്ഞയായി മാതാവും അങ്ങയ്ക്ക് വരങ്ങൾ നൽകി. ശ്ലോകം
4. പിത്രാമാതർമുദേ സ്തവാഹൃതവിയത്തേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപദീം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമതാകൃതാ വൃണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. പദം. പിത്ര മാതൃമുദേ സ്തവ ആഹൃത വിയഥേനോഹ നിജാത് ആശ്രമാത് പ്രസ്ഥായ അത ഭൃഗോ ഗിര ഹിമഗിരൗ ആരാധ്യ ഗൗരീപദീം ലബ്ധ്വാ തത്പരശും തത് ഉക്തദനുജച്ഛേദീ മഹാ അസ്ത്ര ആദികം പ്രാപ്തഃ മിത്രം അത അകൃത വൃണമുനി പ്രാപ്യ ആഗമ സ്വ ആശ്രമം. അർത്ഥം. മാതാവായ രേണുവിടെ സംതൃപ്തിക്ക് വേണ്ടി ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് സ്വപിതാവ് സ്തോത്രങ്ങളാൽ പ്രസാദിപ്പിച്ചു കൊണ്ടുവന്ന കാമധേനുവോടുകൂടിയ സ്വന്തം ആശ്രമത്തിൽ നിന്ന് അങ്ങ് യാത്ര പുറപ്പെടുകയും ഹിമാലയ പർവ്വതത്തിലെത്തി പരമശിവനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പരശുവൻ ആയുധം നേടുകയും ശിവൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു അസുരനെ കൊന്ന് വീണ്ടും ദിവ്യായുധങ്ങൾ നേടുകയും പിന്നീട് അകൃതവ്രണൻ എന്ന പേരായ മഹർഷിയെ മിത്രമായി നേടി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ശ്ലോകം 5. ആഘേടോപഗതോർജുനസുരകവി സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിതാ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാംക്രേതും സജീവം നിയുക്തകുതിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹതമോ ചക്രേണ വത്സോ ഹൃദഃ. പദം. ആഖേട ഉപഗത അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്ര പരിപൂജിത പുരഗതഃ ദുർമന്ത്രി വാച പുനഃ ഗാം ക്രേതും സജീവം നിയുക്ത കുതിയ തേന അഭി രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോ ഹത ചമു ചക്രേണ വത്സഃ ഹൃദഃ. അർത്ഥം. വേട്ടയാടാൻ വനത്തിലെത്തിയ കാർത്തിവീര അർജുനെ അങ്ങയുടെ പിതാവായ ജമദഗ്ധ മഹർഷി കാമധേനുവിൽ നിന്ന് ലഭിച്ച വിവിധ വിഭവങ്ങളാൽ സൽക്കരിച്ചു. അനന്തരം കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ രാജാവ് ദുർമതിയായ മന്ത്രിയുടെ വാക്കുകേട്ട് കാമധേനുവിനെ കൊണ്ടുവരാൻ മന്ത്രിയെ തന്നെ നിയോഗിച്ചു. അക്രമം തടഞ്ഞ ജമദഗ്നിക്ക് ജീവാപായം പിണഞ്ഞതുകൊണ്ട് കോപിഷ്ഠയായ ധേനു ഒട്ടേറെ ഭടന്മാരെ സൃഷ്ടിക്കുകയും അവർ കുബുദ്ധിയായ മന്ത്രിയുടെ സേനാനികളെ മുഴുവൻ നിഗ്രഹിക്കുകയും ചെയ്തു. കാമധേനുവിൻ്റെ ശിശു മന്ത്രിയാൽ അപഹരിക്കപ്പെട്ടു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.